ചുരുങ്ങിയ കാലയളവിൽ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ച ഓറിക്സ് ബിൽഡേഴ്സിന്റെ ബ്രാൻഡ് അംബാസിഡറായി നടി ഭാവന ചുമതലയേറ്റു. ഓറിക്സ് ബിൽഡേഴ്സിന്റെ തൃശൂരിലുള്ള ഓഫീസിലെത്തി ഭാവന കരാറിൽ ഒപ്പുവെച്ചു. ഓറിക്സ് ബിൽഡേഴ്സ് ചെയർമാൻ അജിത് പൂലോത്ത്, മാനേജിംഗ് ഡയറക്ടർ ബാലചന്ദ്രൻ, ഡയറക്ടർ അജിത് കുമാർ എന്നിവർ സന്നിഹിതരായിരുന്നു. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹേമ കമ്മിറ്റിയെ നിയോഗിച്ച കേരള സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് വടക്കാഞ്ചേരിയിൽ ഐക്യദാർഢ്യ റാലി സംഘടിപ്പിച്ചു. പ്രസ്തുത പരിപാടി മഹിളാ അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ചർച്ചയായിട്ടുള്ളൊരു വിഷയമാണ് ഇവിടെ പുറത്തു വന്നിട്ടുള്ള ഹേമ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിപ്പോർട്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2017 ഒരു പ്രമുഖയായ സിനിമാ നടിക്ക് ഉണ്ടായിട്ടുള്ള ദുരനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് WCC എന്ന് പറയുന്ന ഒരു സംഘടന രൂപീകരിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ ആ സംഘടന സിനിമാ രംഗത്ത് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുതരമായിട്ടുള്ള സ്ഥിതിവിശേഷം, ആ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് ഒരു നിവേദനം കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഖാവ് പിണറായി വിജയന് നൽകുകയും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിക്കുകയുണ്ടായി. ആ നിവേദനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഒരു തൊഴിലിടം എന്നുള്ള നിലയിൽ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് അവരുടെ തൊഴിൽ രംഗത്ത് നിലനിൽക്കുന്നത് എന്ന് മനസ്സിലായിക്കൊണ്ട് എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ, എന്തൊക്കെയുള്ള അനുഭവങ്ങളിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി അഡ്വക്കേറ്റ് ഹേമയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മീഷനെ രൂപം കൊടുക്കുകയുണ്ടായി. മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് കർമ്മല ജോൺസൺ അധ്യക്ഷത വഹിച്ചു. മഹിളാ അസോസിയേഷൻ സെക്രട്ടറി മിനി അരവിന്ദൻ, ഏരിയ ജോയിന്റ് സെക്രട്ടറി സുഗിജ സുമേഷ് എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, വില്ലേജ് കമ്മിറ്റി അംഗങ്ങൾ, മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.